മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ 2-ാം തീയതി നടക്കാനിരിക്കുന്ന വ്യാഴം നേരത്തെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ ഒരു പൂർണ്ണമായ രീതിയിലും അല്ലെങ്കിൽ വീണ്ടും ഒരു അവയർനെസ് എന്ന രീതിക്കും നിങ്ങൾക്കെടുക്കാം. പക്ഷേ ഇടവം, മിഥുനം എന്നീ രാശിക്കാർക്കൊക്കെ വ്യാഴം സൂപ്പറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. കാരണം മിഥുനം രാശിക്ക് 2-ാം ഭാവത്തിലാണ് ധനം, കുടുംബം, വാക്കെന്ന സ്ഥാനത്തിലേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ദൃഷ്ടിപരമായ രീതിയിൽ എങ്ങനെയുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഇതുവരെ വളരെ വലിയ രീതിയിൽ പ്രശ്നങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന മിഥുനക്കാർക്ക് വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു. കാരണം 2-ാം ഇടത്തിൽ വരുന്ന വ്യാഴം 5, 7, 9 എന്നീ ഭാവങ്ങളിലൂടെ ദൃഷ്ടിയും തരുന്നു. അതായത് ഇതുവരെ വീട്ടു ചെലവുകൾക്കായിട്ടുള്ള കാശ് പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന മിഥുനം രാശിക്കാർക്ക്, നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് വിലയില്ലാതിരുന്ന മിഥുനം രാശിക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിൻ്റെ പാതകൾ തുറക്കുന്നു. ഇത് ഏതൊരു അവസ്ഥയിലോ ഏതൊരു ലഗ്നത്തിൽ നിൽക്കുന്ന ആളാണെങ്കിലും ശരി, നിങ്ങൾക്ക് ഈ പറയുന്നതിൻ്റെതായ ഫലങ്ങൾ എന്തായാലും ലഭിക്കുക തന്നെ ചെയ്യും. അതിനായിട്ട് മനസ്സിനെ മാറ്റി മുന്നിലേക്ക് സഞ്ചരിക്കാനായിട്ട് ശ്രമിക്കുക. വ്യാഴം ഈ ജൂൺ 2-ാം തീയതി മുതൽക്ക് 2027 ജൂൺ 2 വരെയാണ് സഞ്ചാരം നടത്തുന്നത്. അതായത് ആ 2-ാം ഇടം രാശിയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലമാണ്. വ്യാഴത്തിൻ്റെ രാശി മാറ്റം എന്നത് ഓരോ വർഷത്തിലുമാണ്. അപ്പോൾ 12 വർഷത്തിലൊരിക്കലാണ് രാശിക്കുള്ളിലേക്ക് വരുന്നത്. അങ്ങനെ മിഥുന രാശിയിലേക്ക് വന്നത് 12 വർഷം കൂടിയപ്പോഴാണ് മിഥുന രാശിക്കുള്ളിലേക്ക് കഴിഞ്ഞ വർഷം വന്നതെന്നുള്ളതാണ്. അതിൻ്റെതായ ഫലവും ധാരാളം അനുഭവിച്ചിരിക്കുന്നു രാശിക്കാരൊക്കെ. ഇവിടെ ഈ ഒരു പ്രോസസ്സ് 2-ാം ഇടത്തിൽ വരുന്നു എന്ന് വെച്ചിട്ട് പൊടുന്നനെ നമുക്കൊന്നും കിട്ടില്ല. എന്തായാലും വ്യാഴം നിങ്ങൾക്ക് നന്മകൾ പ്രദാനം ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഒന്നും ലഭിക്കില്ല. ഒരു സ്ലോ പ്രോസസ്സിലായിരിക്കും പോവുക. പക്ഷേ അത് നിങ്ങൾക്കുള്ള ഒരു നിരന്തരമായ തീർപ്പായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു അല്പാൽപ്പം മുന്നിലേക്ക് വന്ന് പടിപടിയായിട്ട് അത് കുറച്ച് തീർത്ത്, അതായത് ഒരു സന്തോഷത്തിന് ശിവഭഗവാൻ നൽകുന്നത് പോലെ കുറേ വിഭൂതി എടുത്ത് കയ്യിൽ തന്നിട്ട് ദാ എൻ്റെ കയ്യിൽ വിഭൂതിയേ ഉള്ളൂ, പൂശിക്കൊണ്ട് ഇരിക്കുക എന്ന മനസ്സമാധാനം, ശാന്തി എന്നതിന് വേണ്ടിയിട്ടാണ് ശിവനെ പോയി തൊഴുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ കിട്ടി നിങ്ങൾക്ക് നല്ലൊരു ശാന്തമായ മനോഭാവം എന്തായാലും വരും. പ്രശ്നങ്ങൾക്ക് പരിപൂർണമായ വിടുതൽ ഇവിടെ ഉണ്ട്. പരിപൂർണമായ വിടുതൽ എന്നാണ് പറഞ്ഞത്. പെട്ടെന്നല്ല, കുട്ടിച്ചാത്തൻ പ്രോസസ്സല്ല. ഇവിടെ സ്ലോ പ്രോസസ്സാണ്. പക്ഷേ 100% ഈ പറയുന്ന കാര്യം നടക്കും. മെഡിസിൻ സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, അതായത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആവാം, അല്ലെങ്കിൽ മെഡിസിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാവാം, അവർക്കൊക്കെ 100% വ്യാഴം അനുകൂലമായിട്ട് നിൽക്കും. ജോലി ഇല്ല 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 എന്ന് ഇതുവരെ പറഞ്ഞിരുന്നവർക്ക് ഇനി ജോലി ചെയ്യാനുള്ള സമയമായിരിക്കും കിട്ടാതെ വരിക. അതായത് സമയം തികയുന്നില്ല ആ ജോലി കൂടി ചെയ്യാൻ, ഈ ജോലി കൂടി ചെയ്യാനെന്ന് പറയുന്ന ഒരു സമയമാണ് ആഗതമാകുന്നത്. അത് 100% അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന IT പോലുള്ള ഇടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഓവർ ടൈമൊക്കെ അധികരിക്കും. അതായത് ഉറങ്ങാൻ പോലും സമയം കിട്ടാത്ത സാഹചര്യങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പലരുടേതായ ജോലികളും പലയിടങ്ങളിലും നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പലരും ജോലി ഉപേക്ഷിച്ച് പോയ സാഹചര്യത്തിൽ അവരുടേതായ ജോലി കൂടി നമ്മൾ ചെയ്യേണ്ട സാഹചര്യം വരും. അതിനനുസരിച്ചുള്ള ഒരു ഇൻകവും നിങ്ങൾക്ക് വന്നെത്തും. പഠിച്ച് പരീക്ഷ എഴുതി മാർക്കൊക്കെ കാത്തിരിക്കുന്നവർക്ക് അന്തസ്സായിട്ടുള്ള മാർക്ക് തന്നെയായിരിക്കും കിടക്കുക. അതായത് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാളും അന്തസ്സായിട്ടുള്ള ഒരു മാർക്ക്, പഠിച്ചതിനനുസരിച്ച് അല്ലെങ്കിൽ അച്ഛനമ്മമാർ നിങ്ങളെ പഠിപ്പിച്ചതിനനുസരിച്ച് ഒരു നല്ല ഒരു ഫലം നിങ്ങൾക്ക് വന്നെത്തും. സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ വർഷം 2026 ജൂണിനുള്ളിൽ, അതുപോലെ 2027 ജൂണിനുള്ളിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്വത്ത് സംബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പുണ്ടാവും. നിങ്ങൾക്ക് അനുവദനീയമായത് നിങ്ങളിൽ തന്നെ വന്നെത്തുന്ന സാഹചര്യം 100% ഉണ്ട്. 2-ാം ഭാവത്തിൽ വ്യാഴം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ എന്തായാലും ഒരു ഐക്യത വന്നു ചേരും. ഇപ്പോൾ തിരുവാതിര, അതുപോലെ തന്നെ മകയിരം എന്നീ നക്ഷത്രക്കാർക്കൊക്കെയും ധാരാളം പ്രശ്നങ്ങൾ. ഇതിൽ പുണർദത്തിനെ നമുക്ക് ഒരു പ്രത്യേകമായ രീതിയിൽ കാണേണ്ട കാര്യമല്ല. കാരണം അവരെല്ലാം ഈക്വൽ ഷെയറിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന് നടന്നത് തന്നെ നാളെ നടക്കുമെന്നുള്ള ചിന്താഗതി അവർക്കുള്ളതുകൊണ്ട് ഇവരൊന്നും മനസ്സിലൊന്നും വച്ചേക്കാറില്ല. കാര്യം നാളെയും ഒരു നല്ല കാലം ഉണ്ടെന്ന ചിന്ത അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ പരാതിയുണ്ട്, പരിഭവങ്ങളില്ല എന്നുള്ള രീതി തന്നെയാണ് അവർ. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. സങ്കടങ്ങളുണ്ട്, പക്ഷേ അവർ പുറത്ത് കാണിക്കില്ല. നാളെ ഒരു ദിവസം ഉണ്ടാവാം എന്ന ചിന്തയായിരിക്കും. പക്ഷേ മകയിരം, തിരുവാതിര അങ്ങനെയല്ല. ഒരു അഗ്രസീവ് മോഡ് എനേബിൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു കാലത്ത് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് എന്തായാലും ഒരു വിടുതലുണ്ടാവും. ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ മൗനം പാലിച്ച് അനുകൂലമായി നിൽക്കാനുള്ള ഒരു മനോഭാവത്തെ കാട്ടും. അത് മക്കൾക്കും നല്ല രീതിയിലുള്ള ഗുണത്തെ ചെയ്യും. മകയിരം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ വഴി, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ വഴി, അല്ലെങ്കിൽ അവരാൽ വന്നുപോയ കടബാധ്യതകൾക്കൊക്കെ തന്നെ ഒരു നിരന്തര പരിഹാരം വന്നെത്തും. അത് ഒരു 50 ലക്ഷം വരെ ഉള്ള ആൾക്കാർ, കടബാധ്യതകളൊക്കെ ഉണ്ടായി വന്നവർക്ക്
മക്കളാലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയോ നിങ്ങൾക്കൊരു അനുകൂലമായ ഫലത്തേക്ക് കൊണ്ടുവരും. അത് നിരന്തരമായ ഒരു തീർപ്പിനായിട്ടുള്ള വഴി തെളിക്കുകയും നിങ്ങൾ വീണ്ടും അധ്വാനിച്ച് അതിനെ ബാധ്യതകളൊക്കെ തീർക്കുന്ന സാഹചര്യം വരും. കാര്യം അനുഭവങ്ങൾ നൽകിയ പാഠങ്ങൾ നിങ്ങൾക്ക് ഇനിയുള്ള വിജയത്തിലേക്കുള്ള വഴിയെ കാട്ടും. സഹോദര വഴിയിലുണ്ടായിരുന്ന ആ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ് അവരൊക്കെ തന്നെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം. അനിയൻ ചേട്ടന്മാർ ഒക്കെ തമ്മിലുള്ള വഴക്കുകൾ, വസ്തു സംബന്ധപ്പെട്ട അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതിലൊക്കെ തന്നെ ഒരു അനുകൂലമായ മനോഭാവം വരും. ഇപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരൊക്കെ സഹോദരങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഐക്യതയിലേക്ക് വരും. അതിൽ ഒരു മാപ്പ് പറച്ചിലോ അല്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ ചേട്ടാനുജന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ തമ്മിൽ തമ്മിൽ പറഞ്ഞ് ആ ഒരു പ്രശ്നത്തിന് അനുകൂലമായി വരികയും പിൽക്കാലത്ത് അത് നല്ല രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സഹായകരമാകുന്ന ഒരു സാഹചര്യവും ഇവിടെ തെളിയുന്നു. 100% അതവിടെ സംഭവിച്ചിരിക്കും. രണ്ടാം ഭാവത്തിലിരിക്കുന്ന വ്യാഴം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ റിസർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടായിരിക്കും. അവർക്കൊക്കെ തന്നെ അനുകൂലമായ ഒരു ഭാവമാണ് വരുന്നത്. 100% നിങ്ങളുടെ ആ റിസർച്ചുകൾ, കണ്ടെത്തലുകൾക്ക് പുതിയ വഴി തുറക്കും. അതായത് ഈ മൗഢ്യത്തിലിരിക്കുന്ന ബുധൻ്റേതായ ഒരു ഭാവത്തെ നിങ്ങൾ എനേബിൾ ചെയ്യണം. അതായത് മൗഢ്യം എന്ന് പറയുന്ന വേളയിൽ അതൊന്നും ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ മൗഢ്യം എന്ന് പറയുമ്പോൾ 12ാം ഇടത്തെ ഒന്ന് കണക്കിലെടുത്താൽ മതി. കാരണം എന്തും മറയ്ക്കപ്പെടുന്നു അല്ലെങ്കിൽ എന്തും അധിക ചിലവുകളെ ഉണ്ടാക്കുന്നു എന്ന് കണക്കപ്പെടും 12ാം ഭാവം. അപ്പോൾ മൗഢ്യം എന്ന് പറയുന്ന ഏത് ഗ്രഹമാണെങ്കിലും ഉള്ളിലുള്ള കഴിവുകളെ എനേബിൾ ചെയ്യാനാണ്. അതായത് മറ്റൊരാളിൽ വിശ്വസിച്ചൊരു കാര്യത്തെ നിയന്ത്രണത്തിൽ നിന്ന് നമ്മൾ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും. അതിനെ പ്രോസസ്സ് ചെയ്യുക. അതായത് നമ്മൾക്ക് ഈ മിഥുന രാശിയിൽപ്പെട്ടവർ ഒരുപാട് തൊഴിലുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിൽ ഏതാണ് ആ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഒരു മികച്ച ഫലത്തെ ഉണ്ടാക്കാൻ കഴിയുക അല്ലെങ്കിൽ താൽക്കാലികമായി നിന്ന് പിഴയ്ക്കാൻ കഴിയുക എന്ന രീതി. അപ്പോൾ അത്തരം പ്രോസസ്സുകൾ ഒരു സെക്കൻഡ് ഇൻകമായി നിങ്ങൾക്ക് മാറും. ഒരിടത്ത് 10,000 രൂപയ്ക്ക് ശമ്പളം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3,000 രൂപയെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വ്യക്തിത്വം ആയി മാറും. ചിലർക്ക് തയ്യൽ അറിയാമായിരിക്കും, ചിലർക്ക് അപ്ഹോൾസ്റ്ററി വർക്ക് അറിയാമായിരിക്കും, മറ്റുള്ളവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. അതിനെ ഒരു കാലഘട്ടത്തിൽ ചെയ്യുകയും പിന്നീട് വിട്ടുപോയവരുമായിരിക്കും. അതിനെ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് വിജയമുണ്ടെന്ന് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം, അതായത് ഒരു സഹായകരമായ ഒരു മനസ്സ് അവിടെ സ്റ്റാർട്ടാവുകയും അത് നിങ്ങൾക്ക് ഗുണകരമായ ജീവിതത്തിലേക്ക് വഴിയും തുറക്കുമെന്ന് വ്യാഴം പറയുന്നു. അതുപോലെ തന്നെ സിനിമ സംബന്ധപ്പെട്ടും മീഡിയ സംബന്ധപ്പെട്ടും യൂട്യൂബുമായി ബന്ധപ്പെട്ടൊക്കെ ചില ആൾക്കാരൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് തന്നെ ഇതുവരെ ഒരു ചാൻസ് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ റീച്ച് കിട്ടാതിരിക്കുക, അവർക്ക് ഗുണമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ 100% നിങ്ങൾക്ക് അത്തരത്തിലുള്ള വഴികളൊക്കെ തെളിയും. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതാണ്. ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു നിങ്ങൾക്ക് അവർ ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഗ്രൗണ്ടാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചിന്തിച്ച് ഉപയോഗിച്ചാൽ 100% നമുക്ക് ചെയ്യുന്ന കണ്ടന്റുകൾക്കനുസരിച്ച് അവർ കാശ് തരിക തന്നെ. അത് മിഥുനം രാശിക്കാർക്ക് ധാരാളം ഉണ്ട് എന്നെനിക്ക് അറിയാം. തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രോസസ്സ് ചെയ്ത് കാശുണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നല്ല സമാധാനത്തിൻ്റെതായ ഒരു മനസ്സ് മകയിരം, തിരുവാതിര എന്നീ നക്ഷത്രക്കാർക്ക് വേണം. പൊടുന്നനെയുള്ള എടുത്തുചാട്ടം പാടില്ല. സമാധാനത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യണം. അതുപോലെ തന്നെ നട്ടെല്ല് സംബന്ധപ്പെട്ട ഇടത്ത് വേദന ഉണ്ടാവുക, കാൽമുട്ടുകൾക്ക് വേദന ഉണ്ടാവുക, കാൽപാദങ്ങൾക്ക് വേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അത് നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരല്പം ജാഗ്രത പുലർത്തുക, മരുന്നൊക്കെ വാങ്ങി സേവിക്കുക, അതിൻ്റെതായ രീതിക്ക് കാര്യങ്ങളെ കുറച്ച് കൊണ്ടുവരിക. എടുത്തുചാട്ടം വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശിവക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തുന്നവരാണ് ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശാന്തിയും സമാധാനവും ലഭിക്കാനായിട്ട് ഓം നമഃശിവായ പറയുകയും നിങ്ങൾക്ക് അഗ്രസീവായ ഒരു പ്രശ്നത്തിൽ ഒരു തീർപ്പുണ്ടാകണമെങ്കിൽ രുദ്രായ നമഃ എന്ന് പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കാരണം രുദ്രൻ്റെതായ ഭാവം വേറെയാണ്, ശിവന്റെ ഭാവം വേറെയാണ്. ആശീർവാദവും അതുപോലെ തന്നെ നിഗ്രഹവും ആണ്. അപ്പോൾ നമുക്കൊരു പ്രശ്നത്തിന് തീർവുണ്ടാവണമെങ്കിൽ രുദ്രനെ പ്രാർത്ഥിക്കുക. അതുപോലെ നമുക്ക് സമാധാനമാണ്, സന്തോഷമാണ് വേണ്ടതെങ്കിൽ അവിടെ നമുക്ക് ശിവനെ നമഃശിവായ മന്ത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക. രണ്ടും ഫലം രണ്ട് വിധത്തിലാണ്, പക്ഷേ ഭഗവാൻ ഒന്ന് തന്നെയാണ്. അതുപോലെ ഇവിടെ വ്യാഴത്തിൻ്റെതായ പ്രാർത്ഥനകൾ മുടക്കരുത്. നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക. വീട്ടിൽ പലർക്കും തന്നെ കവളാചാര പ്രകാരമൊക്കെ പ്രാർത്ഥനകൾ നടത്തുന്നവർക്ക് യോഗീശ്വരൻ, ഗുരു അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. ചിലർക്ക് സമാധി ക്ഷേത്രങ്ങൾ വരെ ഉണ്ടായിരിക്കാം. അങ്ങനെയെങ്കിൽ അവിടെയുള്ള പ്രാർത്ഥനകളൊന്നും തന്നെ മുടക്കാതെ ഇരിക്കുക, പ്രാർത്ഥിക്കുക, നല്ല രീതിക്ക് പ്രാർത്ഥിക്കുക. അല്ല ക്ഷേത്ര സംബന്ധപ്പെട്ട ആചാരങ്ങളും പൂജകളും ഒക്കെ നടക്കുന്നവരാണെങ്കിൽ ചിലർക്ക് ചിലയിടങ്ങളിൽ യോഗീശ്വരനും അങ്ങനെയുള്ള കാര്യങ്ങൾ മന്ത്രമൂർത്തിയോ യോഗീശ്വരനോ ഗുരുവോ ഒന്നും തന്നെ ചിലയിടങ്ങളിൽ പ്രതിഷ്ഠയായിട്ടോ അല്ലെങ്കിൽ പീഠങ്ങളായിട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ അവരുടേതായ രീതിക്ക് പ്രാർത്ഥനകളൊക്കെ നടത്തുക.
പൊതുവായിട്ട് ശിവഭഗവാന്റെ പ്രാർത്ഥന വളരെയധികം നല്ല ഫലത്തെ പ്രദാനം ചെയ്യും. സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. വിവാഹം നടക്കാതിരുന്നവർക്കൊക്കെ വിവാഹം നടക്കുന്ന ഒരു കാലമാണ്. നിർത്തിവെക്കപ്പെട്ട പല പ്രോജക്റ്റുകളും സ്റ്റാർട്ടപ്പ് ആകുന്ന കാലമാണ്. എല്ലാം നന്മയ്ക്കാണ് എന്നുള്ളതാണ് വ്യാഴം പറയുന്നത്. ശുഭകരമായ ഒരു കാലം ആരംഭമാകുന്നു.